എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാനൊക്കെ നീ വളർന്നോ? ഇത് കേട്ടതും അഭിനവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മിസ് അലീന ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ ഭംഗി കൂടുന്നത്. അലീനയുടെ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ചന്തമൊക്കെയുണ്ട്. പറയുന്നത് പോലെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് അഭിനവ് രജപുത്ര എന്ന് പറഞ്ഞവൻ കൈനീട്ടി. അലീന ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അവനെ മൈൻഡ് ചെയ്യാതെ എൻട്രൻസ് ഡോറിലൂടെ പുറത്തേക്ക് കടന്നു. പെട്ടെന്ന് അലീനയുടെ കയ്യിൽ പിടിച്ച് അഭി അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അഭിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിടടാ, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. എന്റെ ദേഹത്ത് കൈവച്ചാ ആ കൈ ഞാൻ വെട്ടാറാ പതിവ്. അവൾ അലറിക്കൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചു. മാഫിയ കിങ്ങിന്റെ പെൺപുലിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. എന്നാലും എന്റെ നന്ദു, ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇറ്റ്സ് മീ, യുവർ ടൈഗർ. അഭി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അത് കേട്ടതും അവൾ പരിഭ്രമത്തോടെ അവന്റെ മോതിരം നോക്കി. അതിൽ ടി എന്ന അക്ഷരം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അഭി, നീയാണോ ഇത്? അതൊക്കെ ഞാനാണ് ടൈഗർ എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള സമയമായിട്ടില്ല. അത് കേട്ടതും അലീന അഭിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട ശ്രീരാഗ് ഞെട്ടലോടെ നിന്നു. ഇവനാണോ ടൈഗർ? ഇവൻ പിന്നെ എന്തിനാ അനന്യയുടെ ഭർത്താവായിട്ട് വെറും ഒരു ദരിദ്രവാസി പോലെ നാടകം കളിക്കണം? അപ്പോ സഞ്ജയ് രജപുത്ര ഇവന്റെ അച്ഛനാണോ? ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യത്തിനൊരു തീരുമാനമായി. ശ്രീരാഗിനൊന്നും വിശ്വസിക്കാനായില്ല. ആരാണ് ടൈഗർ? ആരാണ് അഭിയുടെ അച്ഛൻ സഞ്ജയ് രജപുത്ര? അവന്റെ പേര് കേട്ട് ശ്രീരാഗ് ഞെട്ടിയത് എന്തിനാണ്? കോടീശ്വരനായ അഭിനവ് ഒരു സാധാരണക്കാരനെ പോലെ അഭിനയിക്കുകയായിരുന്നു. പക്ഷെ എന്തിന്? അലീന അവന്റെ ആരാണ്?